കേരള പ്രൈം ടുഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ ചീരപ്പൻചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ മുക്കാൽവട്ടം ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിന് വലിയൊരു ഐതിഹ്യമുണ്ട്. പന്തള രാജാവിൻ്റെ മകനായിരുന്ന മണികണ്ഠൻ എന്ന അയ്യപ്പൻ കളരി പഠിച്ച മൈതാനിയാണ് ഇവിടെ പിന്നീട് ക്ഷേത്രമായി മാറുകയായിരുന്നു. അതുപോലെ തന്നെ ഈ ചീരപ്പൻചിറയിലാണ് മാളികപ്പുറത്ത് അമ്മ എന്ന ലളിതാംബിക ജനിച്ചു വളർന്നതും. ഇതിൻ്റെ കൂടുതൽ വിശേഷമാണ് ഇന്ന് നിങ്ങളിലേക്ക് കേരള പ്രൈം ടുഡേ എത്തിക്കുന്നത്. ഇതാണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ ചീരപ്പൻചിറ മുക്കാൽവട്ടം ക്ഷേത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശബരിമല അയ്യപ്പൻ കളരി പഠിച്ച കളരിയായിരുന്നു ഇവിടം. സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനും കളരി പഠിപ്പിക്കുന്നതിനുമായാണ് കരപ്പുറം ദേശം രാജാവ് തുളുനാട്ടിൽ നിന്നും ചീരപ്പൻ ഗുരുക്കളെ ഇവിടെ എത്തിച്ചത്. ചീരൻ, രപ്പൻ, അപ്പൻ എന്നീ 3 ഗുരുക്കന്മാരായിരുന്നു ഇവിടെ എത്തിയത്. ഇവരെ ചീരപ്പൻ ഗുരുക്കൾ എന്നറിയപ്പെട്ടു. പിന്നീട് ഈ പ്രദേശം ചീരപ്പൻചിറയെന്നും. മറവപ്പട പന്തളം ദേശത്തെ ആക്രമിച്ചപ്പോഴെല്ലാം പന്തളം ദേശത്തിന് സഹായമായി എത്തിയത് ചീരപ്പൻ ഗുരുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ പന്തളം രാജാവ് തൻ്റെ മകനായ മണികണ്ഠനെ കളരി പഠിപ്പിക്കാൻ ചീരപ്പൻചിറയിലേക്ക് അയച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഗുരുക്കന്മാരിൽ ഒരാളുടെ മകളായി ജനിച്ച ലളിതാംബികയാണ് മാളികപ്പുറത്തമ്മയെന്നും പറയപ്പെടുന്നു. 900 വർഷങ്ങൾക്ക് മുമ്പ് ചീരപ്പൻ ഗുരുക്കൾ നിർമ്മിച്ച തറവാട് വീട് ഇന്നും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ വീട്ടിലാണ് ലളിതാംബിക ജനിച്ചു വളർന്നത്. ഇപ്പോൾ 10ാം തലമുറയിൽപ്പെടുന്ന കേശവലാൽ പണിക്കർ സ്വാമിയും അനീഷ് പണിക്കർ സ്വാമിയുമാണ് ഇവിടെ താമസിക്കുന്നത്. ചീരപ്പൻചിറയുമായി അയ്യപ്പനും മാളികപ്പുറത്തിനുമുള്ള ബന്ധത്തിന്റെ കൂടുതൽ കഥകൾ ഇവരിൽ നിന്നും നമുക്കറിയാം. ഈ ചീരപ്പൻചിറ കളരിയിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ഗുരുസ്ഥാനീയനായ കേശവലാൽ പണിക്കർ എന്ന സ്വാമി ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്വാമി നമസ്കാരം. നമസ്തേ. നമ്മൾ ഒരു കഥ കേട്ടറിഞ്ഞാണ് ഞങ്ങളിവിടെ എത്തുന്നത്. അതായത് ശബരിമല അയ്യപ്പനുമായി ഈ ക്ഷേത്രത്തിനും ഇവിടുത്തെ കളരിക്കും ഒരു വലിയ ബന്ധം ഉണ്ട് എന്നുള്ളൊരു കഥ കേട്ടാണ് ഞങ്ങളിവിടെ എത്തുന്നത്. എന്താണെന്നൊന്ന് വിവരിക്കാമോ? അയ്യപ്പസ്വാമിയുടെ ചെറുപ്പകാലത്ത് ഈ കാലത്ത് അന്ന് ഓരോ കളരിയിൽ പോയി ആയുധാഭ്യാസങ്ങൾ പഠിക്കുക എന്നുള്ള സമ്പ്രദായമായിരുന്നു. പന്തളത്തെ സംബന്ധിച്ചുള്ള പന്തളത്തിന് അന്ന് വേറെ കളരികളില്ലാത്ത കാരണം അന്ന് ഓരോ കളരിക്കാണ് അഭ്യാസ മുറകൾ, ഓരോ മുറകൾ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ അന്നത്തെ അനുസരിച്ച് ഇവിടെ പൂഴിയംഗം എന്നുള്ള അംഗത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇത് കരപ്പുറം ദേശമാണ്. പഴയ കാലത്ത് കരപ്പുറം ദേശത്ത് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ക്ഷണപ്രകാരമാണ് ഞങ്ങൾ തുളുനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കരവൊഴിവായിട്ട് ഞങ്ങൾക്ക് സ്ഥലം തന്ന് ഇവിടെ 108 കളരികൾ സ്ഥാപിക്കുകയും അന്ന് കൊച്ചി രാജവംശത്തിന് അമ്മമ്മയൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത് കൊച്ചി രാജവംശത്തിന് കായംകുളം രാജവംശത്തിൽ നിന്നുള്ള ഉള്ളവരെ എതിർക്കുന്നതിന് തൻ്റെ സൈനിക ശക്തി കൂട്ടുന്നതിന് കരപ്പുറം രാജാവ് ഞങ്ങളെ കൊണ്ടുവന്നതാണ്. അപ്പം ഇവിടെ അങ്ങനെ നല്ലൊരു കളരി ഉണ്ട് എന്ന് കേട്ടറിഞ്ഞ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് അയ്യപ്പൻ ഇവിടെ വരികയാണ് ചെയ്തത്. ഇവിടെ വന്ന് താമസിച്ച് ആണ് കളരി പഠിച്ചത്. അത് അന്നത്തെ കാലത്ത് പുറത്താർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു അഭ്യാസമുറയായിരുന്നു പൂഴിയംഗം എന്ന് പറയണം. അതിനോടൊപ്പം തന്നെ അത് ദശമഹാവിദ്യയിലോട്ട് പോകണം. അങ്ങനെ മന്ത്രവിദ്യയും കളരിയും അഭ്യാസമുറകളും എല്ലാം ചേർന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. എന്നുവെച്ചാൽ ഒരാളുടെ മനസ്സ് പൂർണ്ണമായിട്ടും അതിലേക്ക് അർപ്പിക്കേണ്ടി വരുന്നു. ആരും ഇല്ല എങ്കിൽ ആയുധം ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ചുറ്റും നിൽക്കുന്നവരെ നേരിടാനുള്ള മനോബലം അവിടെ ഉണ്ടാകണം. അപ്പം അവിടെ ആത്മബലം കൂട്ടുന്നതിന് അവിടെ മെഡിറ്റേഷൻ എന്ന രീതിയിൽ കളരിയുടെ യോഗവിദ്യയിലേക്ക് പോകണം. യോഗവിദ്യയിലേക്ക് പോകുമ്പോൾ അവിടെ അതിൻ്റേതായ പൂജകളും ദേവതാ സങ്കല്പങ്ങളും ഒക്കെയുണ്ട്. അപ്പം അതുള്ള കാരണം അത് പുറത്ത് ആർക്കും പറഞ്ഞു കൊടുക്കാതെ ഗുരു തന്നെ സ്വായത്തമാക്കി വെച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ അയ്യപ്പൻ്റെ കാര്യങ്ങൾ അതെല്ലാവർക്കും പിന്നെ അയ്യപ്പൻ അത് പകർന്നു കൊടുക്കുകയും ചെയ്തു. തൻ്റെ ഉത്തമ ശിഷ്യനായത് കാരണം അത് അയ്യപ്പന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ വിദ്യകളെല്ലാം പഠിച്ചാണ് അയ്യപ്പൻ ഇവിടെ നിന്ന് പോകുന്നത്. അയ്യപ്പൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മാളികപ്പുറത്ത് അമ്മ എന്ന് പറയുന്ന ആ സങ്കല്പം അതും ഈ ചീരപ്പൻചിറയുമായി ബന്ധമുണ്ടെന്ന് കഥകളുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ മകളാണ്. അതായത് ഇവിടുത്തെ ഗുരുക്കളുടെ ചീരപ്പൻചിറ എന്ന് പറഞ്ഞാൽ പോലും ചീരൻ, രപ്പൻ, അപ്പൻ 3 ഗുരുക്കന്മാർ ചേർന്ന് വസിക്കുന്ന സ്ഥലം. അതാണ് ചീരപ്പൻചിറ.
അവരായിരുന്നു ഇവിടുത്തെ ഗുരുക്കൾ, ചീരപ്പൻ ഗുരുക്കൾ. എന്നുവെച്ചാൽ 3 ഗുരുക്കന്മാരും 3 രീതിയിലായിരുന്നു. ഒന്ന് കളരിയായിരുന്നു, ഒരാൾ വൈദികമായിരുന്നു, ഒരാൾ ആയുർവേദമായിരുന്നു. പഴയ കാലത്തെ ഒരു ജാതകത്തിന് എന്തൊക്കെയായിരുന്നു അതേപോലെ തന്നെയായിരുന്നു. അതിലൊരാളുടെ മകളാണ്, ഗുരുവിൻ്റെ മകളാണ് ലളിതാംബിക എന്ന് പറയുന്ന മാളികപ്പുറം. അപ്പം ആ സമയത്ത്, അതായത് അയ്യപ്പൻ കളരി പഠിക്കാൻ വരുന്ന സമയത്ത് ഈ ലളിതയുമായി പ്രണയത്തിൽ, അതോ ലളിതയ്ക്ക് അയ്യപ്പനോട് പ്രണയം തോന്നിയത്? പ്രണയമൊക്കെ ആ പറയുന്ന കഥയൊക്കെ ആരൊക്കെയോ ഉണ്ടാക്കിയതാണ് അവിടെ ചരംകുത്തി അവിടെ ഞാനെന്ന ഭാവത്തെ കളയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇരുമുടി നടക്കുക അല്ലെങ്കിൽ ശബരിമല വ്രതം പോലും കളരിയിൽ അംഗം കുറിക്കുന്നതിന് തുല്യമായ വ്രതമാണ്. അംഗം കുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളരിക്കുള്ളിൽ നിന്ന് വെളിയിലേക്ക് പോകാറില്ല അന്നത്തെ കാലഘട്ടത്തിൽ. അവിടെ ഗുരുവും ഗുരുവിൻ്റെ ഭാര്യ മാതൃഭാവത്തിൽ നിൽക്കുന്ന 2 പേരായിരിക്കും അവിടെ കയറുന്നത്. വീട്ടിലുള്ള മറ്റുള്ളവരായിട്ട് അവിടെ ഒരു സംഭവം ഉണ്ടാകാറില്ല. അപ്പം അവരെ ലാസ്റ്റ് തിലകം തൊടാൻ നേരത്താണ് എല്ലാവരും വന്ന് തൊട്ട്. ഏറ്റവും അവസാനമാണ് അമ്മ തിലകം തൊട്ട് ഗുരുവിന് ദക്ഷിണ കൊടുത്ത് വാളും പരിചയം വേണം. അത് തന്നെയാണ് ഇരുമുടിയിലേക്കും വരുമ്പോഴും. അവിടെ കളരിയിൽ കുത്തിപ്പറ്റിച്ച് ഭക്ഷണം കഴിക്കുന്നത്, അവിടെ ഗുരുസ്വാമിയായിട്ട് എവിടെയാണ് കുട്ടിൽ കെട്ടുന്നത് അവിടെ വെക്കുന്ന ഭക്ഷണമാണ് ശബരിമല വ്രതത്തിന് വ്രതം എടുക്കുന്നവർ ഭക്ഷണം കഴിക്കുന്നത്. അവിടെ അമ്മയ്ക്ക് അവസാനം ദക്ഷിണ കൊടുത്ത് അമ്മ അരി ഇട്ട് കഴിയുമ്പോൾ ഇരുമുടി നിറച്ച് പൂജിച്ച് ഗുരു അത് താങ്ങിക്കൊടുക്കുക വേണ്ട. ഞാനിപ്പോൾ 10ാമത്തെ തലമുറയിൽ നിൽക്കുന്നതാണ്. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് പറഞ്ഞു തന്ന് ഞങ്ങൾ കേട്ട് പരിചരിച്ച കാര്യം അത് തന്നെയാണ്. പക്ഷെ ഇന്ന് കാലം അത് പോയി. 3 ദിവസം വ്രതം എടുത്താലും ശബരിമലയ്ക്ക് പോകാം എന്നുള്ളൊരു നമ്മൾ തന്നെ നമ്മളുടെ ആചാരങ്ങളെ നമ്മളുടെ കുലാചാരങ്ങളെ മാറ്റിമറിക്കുന്നൊരവസ്ഥയാണ്. മറ്റുള്ളവൻ്റെ മുമ്പിൽ അവഹേളിക്കുന്നൊരു അവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. നമ്മളുടെ പൂർവികരെ ഒരു അടുക്കും ചിട്ടയുമായിട്ടാണ് അത് ഉണ്ടാക്കിയത്. അത് അന്നത്തെ കാലത്ത് സയൻസ് അത്രയും വളരാത്ത കാലത്ത് നമ്മളുടെ ശരീരത്തിനും മനസ്സിനും എന്തൊക്കെ ഗുണമുണ്ടാകും എന്ന് അവർ മനസ്സിലാക്കി തൻ്റെ ജ്ഞാനത്താൽ തപോബലത്താൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു അന്ന് അവരുടെ ഉപാസനാബലത്തിൽ അവർ കണ്ടെത്തിയ കാര്യമാണ്. ഒരു വ്രതം എടുത്തു കഴിഞ്ഞാൽ ഒരു മരുന്ന്, ആയുർവേദ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ 41 ദിവസം നമ്മളുടെ ശരീരത്തിൽ അത് പിടിക്കും. ഏത് മരുന്ന് കണ്ടന്റ് കഴിച്ചാലും ശരി. ഇന്നിപ്പോൾ ഒരു ഇംഗ്ലീഷ് മരുന്ന് നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ടോ, അലർജി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് മരുന്ന് കുറിക്കുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് അതല്ലായിരുന്നു. ആട് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും ഇന്നതായിരുന്നു, ഇന്നതാണ് അവസ്ഥ. അപ്പോൾ ഇന്ന മരുന്ന് വേണ്ട, ഇന്ന കണ്ടന്റ് വേണ്ട, ഇന്ന ഇത് മതി. ഇന്ന് കാലം മാറി. പക്ഷെ കാലം മാറുമ്പോൾ നമ്മളുടെ പഴയ ആചാരങ്ങൾ മാറ്റാനല്ല പറയുന്നത്. അതിൽ നമ്മളുടെ ഈ കാലത്തിനനുസരിച്ച് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും അതിനെ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ ഈ ചർച്ചകൾ ശബരിമലയ്ക്ക് സ്ത്രീകൾ കയറാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കാതെ, നമ്മളുടെ ആചാരത്തെ നമ്മൾ മനസ്സിലാക്കാത്ത കൊണ്ടുണ്ടാകുന്ന ദൂഷ്യത്താണ്. ഒരു കാരണവശാലും 41 ദിവസം യൗവനയുക്തയായ ഒരു സ്ത്രീക്ക് വ്രതാനുഷ്ഠാനം പറ്റത്തില്ല. റിക്കോർഡ് കൂടി ഗായത്രി ജപിക്കാനും പറ്റില്ല. അപ്പം അവർക്ക് യൂറിൻ സംബന്ധമായ അസുഖങ്ങൾ അന്ന് ആ ഒരു കാലത്ത്, ഇന്ന് സയൻസ് അത് പറയുന്നു. ഇത്രയും സയൻസ് വളരുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ പൂർവികർ അത് പറഞ്ഞു വെച്ചിരുന്നു. അതേ ഉള്ളൂ അവിടെ. അത് കഴിഞ്ഞ് അവർക്ക് അവിടെ കയറാം, തൊഴാം, ഭഗവാനാ. കയറാം. സ്ത്രീകൾക്ക് പോകുന്നതിന് തെറ്റൊന്നുമില്ല. ഈ ഒരു കാലഘട്ടം കൊണ്ട് ഇന്നതും അവിടെ ഉണ്ടാകും. അതുകൊണ്ട് അതവിടെ പാടില്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പൂർവികർ അവിടെ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇവിടെ തന്നെ എത്രയോ കല്യാണം നടക്കാത്ത പെൺകുട്ടികൾ ഇവിടെ ഭഗവാന് അവർ പ്രാർത്ഥനയോട് മാല കെട്ടി ചാർത്തിയിട്ട് ഭഗവാൻ അവരുടെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ കേസ് പോലും കല്യാണം നടക്കുന്നു. അപ്പം അവിടെ നമ്മളുടെ ഭക്തിയാണ്, മനസ്സാണ്. അവിടെ ഒരു സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ അതവിടെ നടക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ശബരിമലയിൽ പ്രസാദം, ഏറ്റവും പ്രഗത്ഭമായ ഒരു വലിയ പ്രസാദമാണ് അരവണ. ഈ അരവണ പ്രസാദവും ഈ ചീരപ്പൻ ചിറയുമായിട്ട് ബന്ധമുണ്ടെന്നും ഒരു കേട്ടുകേൾവി ഉണ്ടായിരുന്നു. അരവണ പ്രസാദം എന്ന് പറയുന്ന അയ്യപ്പൻ ആദ്യം വരുമ്പോൾ ഇവിടെ
ഒരു പെൺകുട്ടി വയസ്സറിയിച്ച് അതിൻ്റെ മധുരം നൽകുന്ന സമയത്തായിരുന്നു അത് കളരി പഠിക്കാനിവിടെ വരുന്ന സമയം. അത് ഈ ലളിതാംബികയായിരുന്നു. അപ്പം ഈ മധുരം കഴിക്കുകയും പിന്നീട് യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൻ്റെ ആഘോഷത്തിനും തിരിച്ചും ഇതേ പ്രസാദം അവിടെ ഉണ്ടാക്കിയപ്പോൾ എരുമേലി വെച്ച് പേട്ട തുള്ളുമ്പോഴും ഇതൊക്കെ ശബരിമല ഇവരായിട്ടുള്ള ഉദയനായിട്ടുള്ള യുദ്ധം കഴിഞ്ഞിട്ട് വിജയാഘോഷത്തിനും ഉണ്ടാക്കുന്ന ഈ പായസമാണ്. അങ്ങനെയാണ് ഭഗവാൻ കൂടുതൽ ഇവിടെ അത് കഴിക്കണ കണ്ടപ്പോൾ ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രിയമുള്ളത് അരവണ. ഞങ്ങളുടെ ഇവിടെ അരവണ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ 1 കിലോ അരിക്ക് 10 കിലോ ശർക്കര വരും. അതിനടുത്ത് അതിൻ്റെതായ ഒരു കൂട്ടായിട്ട് എടുക്കുക. കൃത്യമായി പറഞ്ഞ ഈ അരവണയുടെ ഉത്ഭവം ഈ ചീരപ്പഞ്ചിറ തന്നെ. അതായത് ലളിതാംബിക ഋതുമതിയായിരുന്ന സമയത്ത് കുളിച്ച് കയറി അവിടെ എല്ലാവർക്കും ആ സമയത്ത് കളരി പിടിക്കാൻ വന്ന അയ്യപ്പന് ഈ പായസം കൊടുക്കുകയുണ്ടായി. അങ്ങനെ അയ്യപ്പന് മാത്രമല്ല എല്ലാവർക്കും കൊടുക്കുമ്പോൾ വന്ന് കയറുമ്പോൾ ആ ഒരു നല്ല ചടങ്ങ് നടക്കുകയായിരുന്നു. ഈ ലളിതാംബിക ഋതുമതിയാവുന്ന സമയത്താണ് അയ്യപ്പൻ വന്ന് കയറുന്നത്. ഋതുമതിയായി കഴിഞ്ഞ് അതിൻ്റെ ചടങ്ങ് നടക്കുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഈ ലളിതാംബികയ്ക്ക് ഇദ്ദേഹത്തോട് പ്രണയം തോന്നി എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു കഥ ആരൊക്കെയോ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു ശബരിമലയ്ക്ക് ശരം കുത്തുന്നത് നമ്മളുടെ ഒരു മനുഷ്യൻ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഘടകം. തൻ്റെ പിതൃക്കന്മാർക്ക് ബലി അവിടെ കൊടുത്തു. അല്ല താൻ ജനിച്ചു, അവിടുന്ന് അഴുതയിലിറങ്ങി ഭാരം നമ്മൾ ചുമക്കണം, ആ ഭാരം അവിടെ ഇറക്കണം. നമുക്കിതെല്ലാം വഴി കാണിച്ച് തന്ന പിതൃക്കന്മാർക്ക് അവിടെ ബലി കൊടുക്കണം. നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളുടെ അദൃശ്യമായി നിൽക്കുന്ന ഭൂതഗണങ്ങൾക്ക് അവിടെ അരി കൊടുക്കുന്നു. ഞാനെന്ന ഭാവത്തെയാണ് അവിടെ ശരകെത്തണം. എത്തിയിട്ട് നമ്മളുടെ പിൻകെട്ടിലിരിക്കുന്നത് നമ്മളുടെ കർമ്മദോഷമാണ്. അതിനെ ഉടച്ചിട്ടാണ് നമ്മുടെ ആത്മസ്വരൂപമായിരിക്കുന്ന നെയ്തേങ്ങ ഉടച്ച് ഭഗവാന് അഭിഷേകിക്കുന്നത്. പിന്നെ ആ ജട അവിടെ കരിച്ച് ആ ചാമ്പലെടുത്ത് നമ്മൾ പൂശി അത് കഴിഞ്ഞ് ഭസ്മത്തിൽ കുളിച്ച് അവിടെ രാജമാതങ്കി അല്ല മഹാകാളി ഭാവത്തിരിക്കുന്ന ദേവിനെ തൊഴുന്നാണ് ഇവിടെ ഇരിക്കുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞു വച്ചേക്കുന്നത്. അപ്പോഴാണ് അവിടെ ശബരിമലയ്ക്ക് പോകുന്ന പ്രധാനുഷ്ഠാനത്തെ കൊണ്ടുവരുന്നത്. എന്നുവെച്ചാൽ ഒരാൾ കടയോഗ വിദ്യയിലേക്ക് ചെന്ന് ഉണർന്ന് ഈശ്വര സാക്ഷാത്കാരം നേടി തിരിച്ചു വരും. അപ്പം അവൻ്റെ ശരീരം 41 ദിവസം ആ ഭക്തി കൊണ്ട് അവൻ്റെ ശരീരം ശുദ്ധി ഉണ്ടാകുന്നു. അവിടെ ശരീരവും മനസ്സും ഒക്കെ ശുദ്ധിയാകുകയാണ്. ഒരു കായകൽപ്പം എന്ന് വേണം പറയാം. അതാണ് ശബരിമലയ്ക്ക് പോയിട്ട് അവൻ്റെ അടുത്ത മാസം മുതൽ അവൻ്റെ എല്ലാം തന്നെ അവിടെ റീകൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അതുപോലെ തന്നെ സ്വാമി, ഈ ഗുരുസ്ഥാന്യൻ എന്ന ആശയം അല്ലെങ്കിൽ ആ ഒരു സങ്കല്പം അത് ഉത്ഭവിച്ചതും ഈ ചീരപ്പൻചിറയിലാണെന്ന് വായിക്കുകയുണ്ടായി. ഗുരുസ്ഥാനം എന്ന് പറയുന്ന അയ്യപ്പന് ഇത് ഈ പറയുന്ന ഒരു ചിട്ടയോടുകൂടി കളരി നടത്തുക. അതേ ചിട്ടയോടുകൂടി തന്നെ ശബരിമലയ്ക്ക് അവിടെ പോവുക. ശബരിമലയ്ക്കുമ്പോൾ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം കെട്ടിറക്കി വെക്കാനും കയറ്റി വയ്ക്കാനും അവിടെ പോകുന്ന വഴി പൂജിക്കാനും ശുദ്ധിയോടുകൂടി പോവുക. തൻ്റെ ഒരച്ഛൻ അല്ല ഒരു പൊരുന്നക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ കാക്കുന്നു അതേപോലെ ആ ലക്ഷ്യത്തേക്ക് എത്തിക്കൊണ്ട് പോവുക, ഭഗവാനെ കാണിക്കുക, ഭഗവാനെ സേവിക്കുക, ആ ആനന്ദത്തിൽ ആറാടുക. പക്ഷെ അവിടെ ഭജനയാണ്. അവിടെ ഭജന പോലും നമ്മൾ ദൂരത്തുനിന്ന് കേൾക്കുമ്പോൾ അയ്യപ്പ ഭജന കൂടുതലും നമ്മൾ ദൂരത്തുനിന്ന് കേൾക്കുകയാണ് ഓം എന്നുള്ള ശബ്ദം കേൾക്കുള്ളൂ. അയ്യപ്പൻ എൻ്റെ അകത്ത് ഓം, അയ്യപ്പൻ നിൻ്റെ അകത്ത് ഓം എന്നാണ്. ഈ അയ്യപ്പത്തിൻ്റെകത്തും അത് പിന്നെ എപ്പോ അങ്ങനെ മാറിയതാണല്ലേ. ഓങ്കാര അയ്യപ്പൻ പൂജയ്ക്ക് മാത്രമേ ഏറ്റവും കൂടുതൽ ഭജന വരുന്നുള്ളൂ. അവിടെ പാട്ട് പഠിച്ചിട്ടല്ല എല്ലാവരും പാടുന്നത്. അവിടെ ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി അവിടെ അങ്ങ് പാടുകയാണ് ചെയ്യണം. അപ്പം അത് ആ സ്വരം എന്ന് പറയുന്ന ലാസ്റ്റ് ഓങ്കാരധ്വനി പോലെ കൂട്ടിരിക്കും. അതൊരു ആനന്ദമാണ് അവിടെ. 1 മണിക്കൂർ 2 മണിക്കൂർ അത് എല്ലാവരും കൂടെ ഞാൻ വലുതരം ചെറുതരുന്നില്ല. അത് ഒരാൾ പാടുമ്പോൾ ഏറ്റി പാടി 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 വരുമ്പോൾ അതവിടെ ഒരു ആനന്ദത്തെ ഉണ്ടാക്കുകയാണ്. തൻ്റെ ആ ആധാരചക്രങ്ങളെ ഉണർത്തുകയാണ് അവിടെ ചെയ്യണം.
അതാണ് ഇതിൽ കുറേ സയൻസ് ഉണ്ട്. നമ്മൾ വെറുതെ കയറി അങ്ങോട്ട് തർക്കിച്ചിട്ടോ പറിച്ചിട്ടോ കാര്യമില്ല. അംഗീകരിക്കേണ്ട കാര്യത്തെ അംഗീകരിച്ച് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഞങ്ങൾ ചീരപ്പൻചിറയിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഈ ചീരപ്പൻചിറയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പല പുസ്തകങ്ങളും അങ്ങനെയെല്ലാം പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞാനത് വായിച്ചറിഞ്ഞാണ് ഭഗവാൻ അയ്യപ്പൻ്റെ ജനനവുമായിട്ട് ചീരപ്പൻചിറയ്ക്ക് വലിയ, അതായത് നമ്മളൊക്കെ കേട്ട് പഠിച്ചിരിക്കുന്ന മോഹിനിപുത്രനായിട്ട് കാട്ടിൽ ജനിച്ചെന്നും കാട്ടിൽ നിന്നും പന്തളം രാജാവിന് ലഭിച്ചു എന്നാണ്. പക്ഷേ അതിനപ്പുറത്ത് മറ്റൊരു കഥയാണ് എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് എൻ്റെ വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അയ്യപ്പൻ്റെ ജനനവുമായിട്ട് ചീരപ്പൻചിറയ്ക്ക് ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് പറയാം. അത് കേട്ടറിഞ്ഞത് നിങ്ങൾ അത് സത്യം തന്നെയാണ്. പക്ഷെ അതിപ്പം പ്രാബല്യത്തിലാകില്ല. വെച്ചാൽ ഗുരുദേവൻ ഉൾപ്പെടെ വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ അത് സത്യം തന്നെയാണെന്നല്ല, അല്ല ഗുരുദേവൻ്റെ ബുക്കിൽ പോലും അത് എഴുതിയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പം ഒരു കേട്ട കഥ ജാതി വർണ്ണം പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം അതായത് അതങ്ങനെ ഉണ്ട്. ഭഗവാൻ തന്നെ അത് സത്യം വെളിക്കൊണ്ടുവരുമ്പോൾ അല്ല ആ കഥ അത് സ്വാമി എന്നു കേട്ടറിഞ്ഞ കഥ സത്യമാണ്. അല്ല ഞാൻ കേട്ട കഥ എന്ന് പറഞ്ഞാൽ സത്യമാണത്. എന്നുവെച്ചാൽ ഗുരുദേവൻ ഉൾപ്പെടെ ഇവിടെ വന്ന്, അല്ലെ ഗുരുദേവൻ ചിരപ്പൻചിറക്കാരെ അംഗീകരിച്ചതും അതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇവിടുത്തെ ഗുരുക്കളുടെ അനന്തരവന് കൊട്ടാരത്തിലൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയും അതിൽ പിറന്ന കുട്ടിയാണ് അയ്യപ്പൻ എന്നാണ് അറിയാൻ. പിന്നീട് കൊട്ടാരത്തിലൊരു കുട്ടി ഇല്ലാത്തത് കൊണ്ട് ഗുരുക്കൾ തന്നെ കാട്ടിൽ കൊണ്ടുപോയി പന്തൽ രാജാവിന് നൽകുകയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അത് സത്യമാണെന്നാണോ സ്വാമി പറയുന്നത്? അതെ, ശ്രീനാരായണ ഗുരു പോലും ഇതാണ് സത്യം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം ഞങ്ങളെ സംബന്ധിച്ചോളം ചീരപ്പൻചിറക്കാർ വേറെ ആരുടെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അപ്പം അതായത് നമ്മളിങ്ങോട്ട് വരുമ്പോൾ കേട്ട കഥ സത്യമാണെന്നറിഞ്ഞു. ഞങ്ങൾ കേട്ട കഥ അല്ലെങ്കിൽ വായിച്ച കഥ എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പൻ, അതായത് അയ്യപ്പൻ ശാസ്താവിൽ ലയിക്കുകയായിരുന്നു. ആ അയ്യപ്പൻ ഈ കളരി പഠിക്കാൻ വന്ന സ്ഥലത്ത് അതിനു മുമ്പും അദ്ദേഹത്തിന് ഈ നാടുമായിട്ടൊരു ബന്ധമുണ്ട്. അതായത് പന്തളം കൊട്ടാരം ആക്രമിക്കാനെത്തിയ ഉദയനൻ അവിടുന്ന് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയുണ്ടായി. ആ പെൺകുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഗുരുക്കൾ, അതായത് ചീരപ്പൻ ഗുരുക്കൾ പോയി ആ പെൺകുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വരുന്നു എന്നൊരു കഥയുണ്ട്. പക്ഷേ ആ രക്ഷിച്ചുകൊണ്ട് വന്ന ആ കുട്ടിയെ, അതായത് ഉദയനൻ്റെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോയതിൻ്റെ പേരിൽ പന്തളം കൊട്ടാരം പിന്നീട് സ്വീകരിച്ചില്ല. ആ കുട്ടിയെ പിന്നീട് ചീരപ്പൻ ഗുരുക്കൾ ഈ ചീരപ്പൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയും തൻ്റെ അനന്തരവന് വിവാഹം കഴിച്ച് നൽകുകയും ചെയ്തു എന്നൊരു കഥയുണ്ട്. അതിനകത്ത് ഒരു കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടിയാണ് അയ്യപ്പൻ. പിന്നീട് കൊട്ടാരത്തിൽ കുട്ടി ജനിക്കാത്തത് കൊണ്ട് ചീരപ്പൻ ഗുരുക്കൾ കാട്ടിൽ കൊണ്ടുപോയി പന്തളം രാജാവിന് നൽകി എന്ന് ഒരു കഥ ഞാൻ വായിക്കുകയുണ്ടായി. അതുതന്നെയാണ് അതാണ് സത്യം എന്നാണ് ഇപ്പോൾ സ്വാമിയും, അതായത് ഇപ്പോഴത്തെ ഇവിടുത്തെ ഗുരുക്കളായ സ്വാമിയും പറയുന്നത്. അതുപോലെ തന്നെ സ്വാമി ഈ മാളികപ്പുറത്തമ്മ, അതായത് ലളിതാംബിക ജനിച്ചു വളർന്ന തറവാട് ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. അത് സത്യം തന്നെയാണ്. ഇപ്പം ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നത്. ഇന്ന് രാവിലെ പോലും 4 മണിക്ക് അവിടെ മച്ചിൽ ഭഗവതി ഇരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ വടക്കൻ ആചാരം അനുസരിച്ച് മച്ചിൽ ഭഗവതി ഇരിക്കുന്നുണ്ട്. ആ ഭഗവതിക്ക് പൂജ കഴിഞ്ഞിട്ടാണ് ഇവിടെ നട തുറക്കുന്നത്. അപ്പം അവിടെ മച്ചിൽ ഭഗവതിക്ക് വിളക്ക് തെളിച്ച് അവിടുത്തെ രാവിലത്തെ പൂജ കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ അന്ന് ഭഗവതിക്ക് വിളക്ക് കൊടുക്കാറുള്ളൂ. ഈ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 1946 മുമ്പ് വരെ ഈ ശബരിമലയിൽ വെടിവഴിപാടുമായിട്ട് ചീരപ്പൻചിറയ്ക്ക് വെടിവഴിപാട് മാത്രമല്ല, അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയാണെങ്കിൽ മാളികപ്പുറത്തെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചിട്ടയോടുകൂടി ചെയ്തിരുന്ന കാര്യങ്ങളും ഞങ്ങളുടെ ആ ചെമ്പോലെ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു. 1818 ആ ചെമ്പോല ഒറിജിനലായിട്ടുള്ളതാണ്, അത് സത്യമാണ്. പിന്നെ ആർക്കൊക്കെയോ അത് കള്ളമാണ്. അല്ല, ഈ ചെമ്പോല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ചെമ്പോല നഷ്ടമായിട്ടുണ്ട്. അത് 1818 പന്തളം രാജാവ് എഴുതി തന്നതാണ്. അതിനകത്ത് എന്തൊക്കെ വെടിവഴിപാട് മാത്രമാണോ? അതോ വെടിവഴിപാട് മാത്രമല്ല, ആ നിങ്ങളിപ്പോൾ കണ്ട് അറിഞ്ഞ ആ ചെമ്പോലയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതിലുള്ളതാണ്. അതായത് ഈ അടുത്ത സമയത്ത് പിന്നെ ചാനലുകളിലൊക്കെ അറിഞ്ഞ ചെമ്പോല. അത് ശരി. അവിടെ ശബരിമലയെ സംബന്ധിച്ചോളം ശബരിമലയ്ക്ക് പൂജാവിധാനമല്ല. അന്ന് ഈ കേസിന് പോയിട്ട് എന്താണ് ഉണ്ടായത്? അന്ന് പോയവര് പിന്നെ അവരുടെ സ്വന്തം കുടുംബത്തേക്ക് ക്ഷേത്രത്തിന് വേണ്ടിയിട്ടോ ഇതിനു വേണ്ടിയിട്ടോ അവർ വാദിച്ചില്ലായിരുന്നു. അപ്പം ഇത്രയും ഭീമമായ ഒരു തുക സുപ്രീം കോടതി ഒരു വ്യക്തിക്ക് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് കേസ് സർക്കാരിന് അനുകൂലമായിട്ട് വന്നത്. പിന്നീട് അതിൻ്റെ
പിന്നീട് ഇവിടെ ആൺസന്തതികളില്ലായിരുന്നു. പിന്നെ അതിന് അത്ര പണി ഇതിനായിട്ട് പോകാൻ ആർക്കും ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് പോയില്ല. ഈ ശബരിമലയിൽ എന്നും ഈ ചീരപ്പൻ ചിറയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ് ഈ ചീരപ്പൻ കളരി. അവിടെ ചീരപ്പൻ ചിറ ഗുരുവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോലും ആ ചട്ടം പോലും മുക്കാൽവട്ടമല്ല ചീരപ്പൻ ചിറയ്ക്കുക. ഈ മുക്കാൽവട്ടം ക്ഷേത്രം, അതായത് ഈ കളരി നിൽക്കുന്ന അതായത് അന്ന് കളരിയായിരുന്നത് പിന്നീട് ക്ഷേത്രമായി മാറി ഈ മുക്കാൽവട്ടം. ഈ മുക്കാൽവട്ടത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് പറയാം? അയ്യപ്പന്റെ അമ്പലം കാണുന്നത് കളരിയുടെ പൂത്തറ ഇരിക്കുന്ന ഭാഗമാണ്. ശ്രീകോവില് ഭഗവാൻ തന്നെ അവിടെ വരച്ചിട്ട് അവിടെ തന്നെയാണ് ഈ ക്ഷേത്രം പണിത് വെച്ചിരിക്കുന്നത്. ഇതേ രൂപകൽപ്പനയായിരുന്നു പണ്ട് ശബരിമലയിൽ ഇരുന്നത്. ഇത് അകത്തിരിക്കുന്ന വിഗ്രഹം എന്ന് പറയുന്നത് വീരാസനത്തിലിരിക്കുന്നത് വെച്ചാൽ കളരിയിൽ ചുവട് വെച്ച് ചാടി അമർത്തിരിക്കുക എന്ന് പറയും. ഇവിടെ ഒരു കാലം മാത്രം പട്ടബന്ധത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അപ്പം ചുവട് വെച്ചിട്ട് ചാടി അമർത്തിരുന്ന് കഴിഞ്ഞാൽ ഈ വിരൽ മാത്രമേ ഭൂമിയിൽ തൊടുകയുള്ളൂ. ഉപ്പൂറ്റി ചന്തിയിലായിരിക്കും. നമ്മളുടെ കുണ്ടലിൽ അയ്യപ്പൻ എൻ്റെ അകത്ത് ഓം, അയ്യപ്പൻ നിൻ്റെ അകത്ത് ഓം എന്ന് പറയുമ്പോൾ നമ്മളുടെ കുണ്ടലിനെ അവിടെ ഉണർത്തിയാണ് ചെയ്യുന്നത്. അത് കടയോഗ വിദ്യയിലേക്ക് വന്നു. ആ കളരിയുടെ ശാസ്ത്രം അനുസരിച്ച് 41 ദിവസം കൊണ്ട് നമുക്കതിനെ കുണ്ടലിനെ ഉണർത്താൻ പറ്റും. ശബരിമലയിൽ ആദ്യകാലത്തിരുന്ന വിഗ്രഹവും ഇതും തമ്മിൽ സാമ്യമുണ്ടെന്നാണ്? സാമ്യമാണല്ലേ. ഇവിടെ വരാനും അതിനും ഒരു ഐതിഹ്യമുണ്ടെന്ന് പറയപ്പെടുന്നു. ഗുരുവിന് ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്തൊരു കാലഘട്ടം വന്നപ്പോൾ ഗുരുവിന് സ്വപ്നദർശനം കിട്ടുകയും അവിടെ ഞാൻ പഠിച്ച കളരിയിൽ തന്നെ എൻ്റെ ക്ഷേത്രം പണിതാൽ മതി എന്ന് സ്വപ്നദർശനം കൊടുത്തിട്ട് അങ്ങനെ പണിതതാണ് ഈ ക്ഷേത്രം. അപ്പോൾ ഇതിൻ്റെ പണിയുന്നതിനുള്ള വിഗ്രഹവും തടി ഇതെല്ലാം മുഹമ്മ എന്ന് പറഞ്ഞ വേമ്പനാട് കായലിൻ്റെ മുഖപ്പ് ആയ സ്ഥലമാണ്. മുഖപ്പ് പറഞ്ഞാണ് മുഹമ്മ ആയത്. അപ്പം രാവിലെ ഗുരു എണീക്കുമ്പോൾ പൃഥ്വിമാർ പറഞ്ഞിട്ട് ഇങ്ങനെ കായലിലൊരു വലിയ തടിയും വിഗ്രഹവും കൊക്കും ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ പിന്നെ ഇത് പുറത്തോട്ട് പോകുന്നുണ്ട്. തിരിച്ച് ഞങ്ങൾ കരക്കോട്ട് കയറുമ്പോൾ തടി കരക്കടുക്കുകയാണ്. അപ്പോഴാണ് ഗുരു താൻ കണ്ട സ്വപ്നത്തെ ഓർക്കുകയും കളരിയിൽ വന്ന് വിളക്ക് കത്തിച്ചിട്ട് അവിടെ വീണ്ടും ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തടി അടുത്ത് വരികയും അങ്ങനെ ആ തടിയെടുത്ത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ കളരിയിൽ ക്ഷേത്രം പണിയുന്നതിനുള്ള പ്ലാനെല്ലാം വരച്ച് കണക്കാക്കേണ്ടത്. ആ കളരി വിളിച്ചിട്ട് അവിടെ ക്ഷേത്രം പണിയുകയും ചെയ്തു. ഇപ്പോഴും കളരിയുടെ സമ്പ്രദായത്തിലുള്ള പൂജാവിധാനമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതേ കണക്കിന് ഈ ക്ഷേത്രത്തിൽ ഈ മകരവിളക്ക് ദിവസം വിളക്ക് തെളിയിക്കില്ല. മകര സംഗമം നടക്കുന്ന സമയത്ത് അന്ന് ഗുരുവിനെ കൊടുത്ത ഒരു സത്യമാണ്. ഞാൻ മകരസംഗമം എന്ന സമയത്ത് ശബരിമലയ്ക്ക് പോകുമെന്നും എന്നെ ഇവിടെ പൂജിക്കരുതെന്നും. അപ്പോൾ ഗുരു കൊടുത്ത സത്യം, ഞാനോ എൻ്റെ പരമ്പരയിരിക്കുന്നവരോ മകരസംഗമ സമയത്ത് നിന്നെ പൂജിക്കില്ല. ഞങ്ങൾ അന്ന് അവിടെ വന്ന് പൂജ ചെയ്തോളാം, അല്ല അവിടെ വന്ന് കണ്ടോളാം എന്നുള്ളതാണ്. ഇപ്പോൾ 10ാമത്തെ തലമുറയിൽ നിൽക്കുന്ന ഞാൻ പോലും മകരസംഗമത്തിന് ആ കളരിയെ സംബന്ധിച്ചുള്ള വാക്കാണ് പ്രാധാന്യം. അഗ്നിയെ സാക്ഷി നിർത്തി കൊടുക്കുന്ന വാക്കാണ്. ആ വാക്ക് ഇന്നും അങ്ങനെ തന്നെ പോകുന്നു. കാരണം നട തുറക്കാറില്ല. ഞങ്ങളാരും തന്നെ ചീരപ്പഞ്ചിറക്കാരും തന്നെ അയ്യപ്പനെ തൊഴാറില്ല. അന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് ഹോളിഡേ അവധിയാണ്. അതോടൊപ്പം തന്നെ ഈ മുക്കാൽ വട്ടം എന്ന പേര് കിട്ടാൻ ഭഗവാന്റെ ചൈതന്യത്തിന്റെ 3/4% ഇവിടെയാണെന്നും 1/4% മാത്രമേ ഉള്ളൂ. 75% ഒരു 75% ഇവിടെ നിൽക്കുന്നുമുണ്ട് തന്നെ. ഈ മകരവിളക്ക് ദിവസം പൂർണ്ണമായിട്ടും ശബരിമലയിലേക്ക് പോകുന്നു. ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും 75% ഇവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത്. ആ വൈബ്രേഷൻ എന്നുവെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഗുരുക്കന്മാർ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ കടയോഗ വിദ്യയുടെ ചില കാര്യങ്ങളിലേക്ക് പോകുന്നതാണ്, മന്ത്രോപാസനയിലേക്ക്. ഈ ചീരപ്പഞ്ചിറ ക്ഷേത്രത്തെക്കുറിച്ച് അധികം മലയാളികൾക്കൊന്നും അറിയപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ശബരിമല അയ്യപ്പനെ ആർക്കൊക്കെയോ അത് കുറെ ജാതിയുടെ ഇതായിരിക്കാം. പിന്നെ ആർക്കൊക്കെ ഇത്
പറ്റില്ല എന്നുള്ള കുറേ കൺസെപ്റ്റ് ഉള്ളവരുണ്ടാകാം. ഏതായാലും എൻ്റെ ചെറുപ്പം മുതലേ വടക്കുന്നുള്ളവർ, തുളുനാട് അല്ല വടകര എന്നുള്ളവർ ഇഷ്ടംപോലെ പേര് വരാറുണ്ട്. തെക്കുന്നുള്ളവർ മാത്രമേ കുറവുള്ളൂ. പിന്നെ ഇതിനും ഒരു കയറ്റം ഇറക്കം ഉണ്ടല്ലോ. ഒരു കാലഘട്ടത്തിൽ നശിഞ്ഞ് അവിടെ നിന്ന് പിന്നോട്ട് നിൽക്കും. ഈ 2000 ശബരിമലയിൽ നടന്ന താമ്പൂലദേവ പ്രശ്ന പ്രകാരം 2000 അതിന് മുമ്പും വടക്കമ്പറൂർ സുഗന്ധന്ത്രി ഉൾപ്പെടെ തൃക്കുന്നപ്പുഴ ഉദയകുമാർ ഉൾപ്പെടെ ഇരിക്കുന്ന ദേവപ്രശ്നത്തിൽ പിന്നെ അതായത് മണ്ണിടിഞ്ഞ് പെട്രോൾ പമ്പിൻ്റെ മണ്ണിടിഞ്ഞ് അവിടെ ദേവപ്രശ്നം എടുക്കുമ്പോൾ രണ്ടാമത്തെ പ്രായിച്ച് അന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു ഗോദവർമ്മയായിരുന്നു, മാവേലിക്കരയുള്ള. ഇവിടെ വന്ന് ശംഖുണർത്തി പിഴയും പ്രായശ്ചിത്തവും നടത്തിയിട്ടാണ് അവരവിടെ പോയത്. അപ്പം പരിഹാരം ഇവിടെ ചെയ്തു വന്ന്, അപ്പം അതായത് ദേവസ്വം ബോർഡ് പോലും ഇത് തന്നെയാണ് മൂലസ്ഥാനം എന്ന് ഉറപ്പിക്കുന്നതിന് തുല്യമായ ഒരു ഇതാണല്ലേ. എന്നുവെച്ചാൽ അന്ന് വടക്കമ്പറൂർ സ്വാതന്ത്ര്യമാണ് ഉൾപ്പെടെ ഇരിക്കുന്ന ദേവപ്രശ്നമാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ ഏകദേശം ഒരു 20% മലയാളികൾക്ക് മാത്രം ആണെന്ന് തോന്നുന്നു ഈ ചീരപ്പൻ ചിറയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞു പോയി, അയ്യപ്പൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള കഥകളാണ് ഇപ്പം അറിയപ്പെടുന്നത്. ഒന്ന് മോഹിനിപുത്രനായി ജനിച്ചതും, രണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ അറിയാൻ സാധിച്ച ഇവിടുത്തെ അതായത് അയ്യപ്പൻ ഇവിടെ തന്നെ ജനിച്ച ഒരു മകനാണെന്നും നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചു. ഇപ്പം ഇത് ഏതാണ് എന്ന് നമുക്കും കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് അദ്ദേഹം സ്വാമി ഉറപ്പിച്ച് പറയുന്നു ഇത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന്. ഇനി നമുക്ക് മാളികപ്പുറം താമസിച്ചിരുന്ന, അതായത് മാളികപ്പുറം എന്നറിയപ്പെടുന്ന അന്നത്തെ ഇവിടുത്തെ ലളിതാംബിക, അതായത് അയ്യപ്പന് അരവണ പായസം വെച്ച് നൽകിയ ലളിതാംബിക ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ മാളികപ്പുറം ജീവിച്ചിരുന്ന തറവാട്ടിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്നുള്ള വിശേഷങ്ങൾ കാണാം. ചീരപ്പൻ ചിറയിൽ അയ്യപ്പനെ കളരി പഠിപ്പിച്ച ഗുരുവിൻ്റെ വീട്, ചീരപ്പൻ ഗുരുക്കളുടെ വീട്. അതിലുപരി ആ ഗുരുവിൻ്റെ മകളായിരുന്ന ഇന്ന് മാളികപ്പുറത്തമ്മയായിരിക്കുന്ന ലളിതാംബികയുടെ വീടിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 900 വർഷത്തിന് പഴക്കമുള്ള വീടാണിത്. ഇപ്പോഴത്തെ 10ാം തലമുറയിൽപ്പെട്ട സ്വാമി നമ്മൾ നേരത്തെ കണ്ടു. ആ സ്വാമിയും അതേ കണക്ക് തന്നെ അനീഷ് പണിക്കർ സ്വാമിയാണ് ഇന്ന് ഈ തറവാട്ടിലുള്ളത്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ സ്വാമിയിൽ നിന്ന് തന്നെ അറിയാം. സ്വാമി നമസ്കാരം. ഇത് ഏകദേശം 900 വർഷം പഴക്കമുള്ള വീടാണല്ലേ? അതെ. അതായത് അയ്യപ്പനെ കളരി പഠിപ്പിച്ച ഗുരുനാഥൻ്റെ വീട്. അയ്യപ്പനെ കളരി പഠിപ്പിച്ചത് അയ്യപ്പൻ കളരി മാത്രമല്ല, അയ്യപ്പൻ ആയുർവേദം, ഈ മന്ത്രതന്ത്ര വിദ്യകൾ, ചില 3 ഗുരുക്കന്മാരായിരുന്നു. ചീരൻ, അപ്പൻ, രപ്പൻ എന്നീ 3 ഗുരുക്കന്മാരായിരുന്നു അയ്യപ്പനെ പഠിപ്പിച്ചത്. അത് ചീരൻ എന്ന് പറഞ്ഞ ഗുരു എന്ന് വെച്ചാൽ ആയുർവേദത്തിൽ അതിനിപുണനായിരുന്നു. അതുപോലെ അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രതന്ത്ര വിദ്യ, കൂടുവിട്ട് കൂടുമാറുക അങ്ങനെയുള്ള ഇതിൽ. അതിൽ രപ്പപ്പണിക്കരാണ് ഈ കളരിയുടെ. രപ്പപ്പണിക്കരുടെ മകളാണ് ലളിതാംബിക എന്ന് പറഞ്ഞ മാളികപ്പുറത്തമ്മ. അവിടെ ഈ ഉടവാളും അതിനൊക്കെ അരക്കച്ചയൊക്കെ സമർപ്പിക്കാനുണ്ടായ അത് അയ്യപ്പൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തളം ഉദയനെ ആക്രമിച്ചു വന്നു. ഉദയനുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി പിന്നെ സൈന്യത്തെ വേണം, അതിനുള്ള ആൾ സഹായത്തിന് വേണ്ടി അയ്യപ്പൻ തിരിച്ചു വന്നപ്പോൾ ഇവിടെ നമ്മൾ ഈ തുളുനാടെന്ന് പറയും. തുളുനാടിൽ നിന്ന് പിന്നെ കറപ്പൻ രാജാവ് കൊണ്ടുവന്ന് കളരി പഠിപ്പിക്കാൻ കൊണ്ടുവന്ന 3 ചേട്ടനിയന്മാരായിരുന്നു. അതിൽ ഈ വർഷത്തിലൊരിക്കൽ ഈ കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോയ സമയത്താണ് അയ്യപ്പൻ വന്നത്. അയ്യപ്പൻ വന്നപ്പം ഈ അയ്യപ്പൻ ഇവിടെ വന്നെന്ന് അറിയിക്കാൻ വേണ്ടി അയ്യപ്പൻ്റെ വാള് വെച്ച് വെച്ചാൽ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധ സഹായം വേണം. അരക്കച്ച അഴിച്ചു വെച്ചെന്ന് വെച്ചാൽ ഗുരുവിനെ വന്ദിക്കുന്നു. പിന്നെ കയ്യുറ വെച്ച് കഴിഞ്ഞാൽ ആൾ സഹായം വേണം. അന്നേരം ഗുരു വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ അയ്യപ്പനാണ് വന്നെന്നും അയ്യപ്പൻ്റെ വാളാണെന്നും അയ്യപ്പൻ്റെ ഉടയടയാണെന്നും അയ്യപ്പൻ്റെ അരക്കച്ചയും ഇതൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഗുരു നമുക്ക് ചീരപ്പൻ ചേർക്കുന്ന 101 കളരികളുണ്ടായിരുന്നു. 101 കളരിയിൽ നിന്ന് സൈനികരെയായിട്ട് പിന്നെ മാളികപ്പുറത്തമ്മ ലളിതാംബികയായിട്ട് എരുമേലിൽ വെച്ച് അയ്യപ്പനുമായിട്ട് കൂടി ഉദയനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചെന്നാണ്. കൃത്യമായി പറഞ്ഞാൽ മറ്റൊരു കഥയുണ്ട്. അയ്യപ്പൻ ജനിച്ച തറവാടെന്ന് കൂടി വേണമെങ്കിൽ പറയാം അല്ലേ? എന്ന് പറയാൻ പറ്റത്തില്ല. അതായത് ഗുരുക്കളുടെ അനന്തരവനെ കൊട്ടാരത്തിലൊരു കുട്ടിയുമായി വിവാഹം കഴിപ്പിച്ചു എന്നൊരു കഥയുണ്ട്. അങ്ങനെ കഥകളുണ്ട്. അതിൻ്റെ നിശ്ചിത നമുക്കറിയത്തില്ല. നമ്മളത് അതിനായിട്ട് അറിയാതെ പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഒരു ഇതുകൊണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അയ്യപ്പൻ്റെ അനന്തവൻ്റെ മകനാണ് അയ്യപ്പൻ.
അതിനൊക്കെ തന്നെ സ്വാമി 10ാം തലമുറയിൽപ്പെട്ട. 10ാം തലമുറ. അപ്പം ഇതെല്ലാം പാരമ്പര്യമായിട്ട് ഇത് പാരമ്പര്യമായിട്ട് കൈമാറി വന്നപ്പോൾ നമുക്ക് താളികളുണ്ട്. ഇതിനെക്കുറിച്ച് വിവരിക്കുന്ന താളികളുകൾ എല്ലാം ഉണ്ട്. ഇവിടെ ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചത് മുൻകാലങ്ങളിൽ ഇതൊന്നും അങ്ങനെ പുറത്താരെയും. ഇതിപ്പോൾ ഞങ്ങളുടെ കാലം തൊട്ടാണ് ഇത് കാണുന്നത്. മുൻകാലങ്ങളിൽ അച്ഛൻ അമ്മയൊക്കെ വെച്ചാൽ നമ്മൾ നിങ്ങൾ പോകുന്ന റോഡില്ലേ, ആ റോഡിന്റെ അവിടെ വരെ ആളുകാരെ നിർത്തുള്ളൂ, അകത്തേക്ക് ആരും കയറ്റത്തില്ലായിരുന്നു. ഞങ്ങളുടെ കാലം തൊട്ടാണ്. എത്ര വർഷമായി കാണും? അതിപ്പോ ഒരു 25-30 വർഷത്തിന്റെ മേളിലായിട്ടില്ല. അതായത് ഭഗവാന്റെ ഈ അത്രേ ആളുള്ളൂ ജനങ്ങൾക്ക് കാണാൻ. അപ്പൊ ഇനിയും ആളുകൾ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഉച്ചസമയം 12 മണി കഴിഞ്ഞാൽ നമ്മളിപ്പം ആഹാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കുളിച്ച് കയറുന്ന മാത്രമേ കാണിക്കാറുള്ളൂ. കഴിഞ്ഞാൽ 5 മണി കഴിഞ്ഞാൽ രാവിലെയും പൂജയുണ്ട്, നമുക്ക് വൈകുന്നേരം പൂജയുണ്ട്. 2 നേരവും അകത്ത് കിടാവിളക്കാണ്. മകരവിളക്കിന് ഒരു ദിവസം മാത്രമേ നമ്മളത് തുറക്കാതുള്ളൂ, ബാക്കി എല്ലാ ദിവസവും നമ്മളത് തുറന്ന് കാണിക്കുന്നതാണ്. അപ്പം അയ്യപ്പ ഭഗവാനെ കളരി പഠിപ്പിച്ച ചീരപ്പൻ ഗുരുക്കളുടെ കളരി മാത്രമല്ല, ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ആയുർവേദവും വേദവും എല്ലാം പഠിപ്പിച്ച തറവാട് വീടാണിത്. മാളികപ്പുറത്ത് അമ്മയുടെ വീടാണ്. അതായത് മലയാളികൾ അധികം അറിയപ്പെടാതെ പോയ ഭഗവാൻ അയ്യപ്പൻ്റെ ഒരു വലിയ ചരിത്രമാണ് കേരള പ്രൈം ടൂറിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്.